അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പഠിക്കാനിരിക്കുകയാണ്. എൻ്റെ അസൈൻമെൻ്റൊക്കെ ഒന്ന് തീർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഗ്നോയിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റഡി സെൻറ്റർ കിട്ടിയിരിക്കുന്നത് കേരളവർമ്മ കോളേജാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടു ഡു ലിസ്റ്റ് പോലെയാണ്. അതായത് ഞങ്ങൾക്ക് MBA ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോർഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ഉണ്ട്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്. അപ്പോൾ അത് നോക്കിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ടോപ്പിക്സ് ഉണ്ട്. അത് ഞാൻ ഒന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം മാനേജ്മെൻറ്റാണ് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ പഠിക്കാൻ എളുപ്പത്തിനായിട്ട് അത് ഒട്ടിച്ച് വെച്ചു. പിന്നെ ഞാൻ പോയത് എഴുതാനാണ്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതാനായിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ എഴുതി തുടങ്ങുകയാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ. ഞാൻ ടൈപ്പറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയും നേരം പഠിച്ചത് കാണാതെ എഴുതലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമ്മൾ പഠിച്ചു എന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതും. അപ്പം ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എഴുതുന്നതിൻ്റെ ഇടയിൽ കുറേ നേരമൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ആ പോയിൻ്റ് കിട്ടാത്തതുകൊണ്ടാണ് എഴുതാൻ. പിന്നെ ഞാനത് എടുത്ത് വീണ്ടും വായിക്കുകയാണ് അപ്പം തന്നെ ചെയ്യുക. എന്നിട്ട് അത് വീണ്ടും പഠിച്ചത് കാണാണ്ട് എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസാണ് കിട്ടുന്നത്, അങ്ങനെ കാണാണ്ട് പഠിച്ചത് അപ്പം തന്നെ കാണാണ്ട് എഴുതുമ്പോൾ. വേറൊരു ടോപ്പിക്കാണ് ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് നല്ലോണം എഴുതാൻ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സ്മൂത്തായിട്ട് എഴുതി പോകുന്നുണ്ടായിരുന്നു. ഞാൻ വലുതായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ഇന്ന് പഠിക്കാനിരുന്നത്. ജസ്റ്റ് കുറച്ച് നേരമെങ്കിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ബായ്.